എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വീണ്ടും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. CPASന് കീഴിലുള്ള കോളേജുകളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയോ 22-ാം തീയതിക്കകം ഫീസ് അടക്കേണ്ടതാണ്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. അതുപോലെ ഫീ പേയ്മെൻറ്റ് അടക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഫീസ് അടക്കാത്തവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതായത് പിന്നീടുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ അപേക്ഷകർക്ക് BA SLP കോഴ്സിന് കാസർഗോഡ് രാജീവ് ഗാന്ധി കോളേജിലേക്ക് ഓപ്ഷൻ നൽകാം. അത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കോളേജാണ്, അതായത് ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി വരെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്യാം, അതുപോലെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജ് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഇന്നലെ അതായത് ഓഗസ്റ്റ് 19-ന് ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അതായത് 19-ാം തീയതിയാണ് ഈ ഒരു കോളേജ് ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജസ് ഏതൊക്കെ കോളേജസാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ള കോളേജുകൾ എന്ന് പറയുന്നത് അതായത് BA SLP രാജീവ് ഗാന്ധി കോളേജാണ് ഒന്ന് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കോളേജ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജസിൽ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു രാജീവ് ഗാന്ധി അതായത് BA SLP കോഴ്സാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ് ആ ഒരു കോളേജാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജ് വേണ്ടവർക്ക് പുതുതായിട്ട് ആ ഒരു കോളേജ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് ഇവിടെ അലോട്ടഡ് ലിസ്റ്റ് എന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അതായത് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റാണ് അറിയേണ്ടത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ ആ ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അല്പസമയത്തിനകം ഇത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു കോളേജിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ ഓരോ വിദ്യാർത്ഥികളുടെയും ആ ഒരു ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ 23,170 രൂപ ഫീ പേയ്മെൻറ്റ് ഗവൺമെൻറ് കോളേജിൽ ആണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൈസ അടച്ചത് കാണാം. അതുപോലെ ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 22-ാം തീയതിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനോ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.